പഠിക്കണേ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര ഗേൾസ് ആണ് പഠിക്കണേന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം അല്ലേ? യെസ്, ഇക്വേറ്റ് ചെയ്യണ സമയത്ത് നമുക്കറിയാം നമ്മൾ സിമിലർ ആയ കാര്യങ്ങളാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാറ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇക്വേറ്റ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യണ സമയത്ത് നമ്മൾ എപ്പോഴും സിമിലർ ആയ സംഭവങ്ങളാണ് കമ്പയർ ചെയ്യാറ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ 2 കാർസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ 2 കാർ നമ്മൾ കൺസിഡർ ചെയ്യണ സമയത്ത് ഒരു കാറിൽ ഇന്ന പ്ലസ് പോയിന്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇന്ന മൈനസ് ഉണ്ട്. വേറൊരു കാറിൽ ഇന്ന പ്ലസ് ഉണ്ട്, ഇന്ന മൈനസ് ഉണ്ട്. നമ്മൾ രണ്ട് സിമിലർ ആയ സംഭവങ്ങൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു കാറും ഒരു ബസ്സിൻ്റെ കാര്യവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ വി ഓൾവേസ് കമ്പയർ സിമിലർ തിങ്സ് അല്ലേ, സിമിലർ ആയ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്യുവാണെങ്കിലും 2 സംഭവങ്ങൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന് ഈക്വൽ ആണ് മറ്റേത് അല്ലേ, ഇതിന് ഈക്വൽ ആണ് മറ്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ സിമിലർ ആയ കാര്യങ്ങളാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ വെൻ വി കമ്പയർ ഓർ ഇക്വേറ്റ് 2 ക്വാണ്ടിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ 2 വാല്യൂസ്, ആ 2 വാല്യൂസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കണം? സെയിം അല്ലെങ്കിൽ സിമിലർ ആയ ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ആക്ച്വൽ ടോട്ടലാണ് അവർ തന്നിട്ടുള്ളത്. സോ ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്? 2 = 500 അല്ലെങ്കിൽ 3 = 500 എന്നല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു റേഷ്യോയുടെ വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ, ഈ റേഷ്യോനനുസരിച്ചിട്ടുള്ളൊരു ടോട്ടലാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. 5 ഗേൾസ് ഉണ്ടെങ്കിൽ 5 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 3 പേര് ഗേൾസ് ആണ്, 2 പേര് ബോയ്സ് ആണ്. അപ്പോൾ 500 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? 1ൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും. 2നെയും 3നെയും നമ്മൾ ഈ 1ൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് അല്ലേ? യെസ്. അപ്പോൾ അതേപോലെ ഇവിടെയും നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ആക്ച്വൽ എന്താണ് തന്നിട്ടുള്ളത്? ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് A + B + C = 56 ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ റേഷ്യോ വെച്ചിട്ട്, ഈ റേഷ്യോ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? A + B + C വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവന്മാർ 2 പേരെയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ എൻ്റെ റേഷ്യോനെ ഞാൻ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നോക്കി ഈ രീതിയിൽ പ്രോബ്ലംസ് തരുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ റേഷ്യോസിനെ ആഡ് തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 2 റേഷ്യോസ് ആഡ് ചെയ്യാനുണ്ടാവും, 1 മൈനസ് ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ എല്ലാം നമുക്ക് മൈനസ് ചെയ്യാനായിരിക്കും, ബേസ്ഡ് ഓൺ ദ ടേംസ്. ആ ടേംസിനനുസരിച്ച് അതേപോലെ നമുക്കിവിടെ ഏത് കാര്യമാണോ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ്. നമ്മൾ ഓരോന്നും ആയിരിക്കും, നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമ്മൾ ട്രൈ ചെയ്യും, ആഡ് ചെയ്യുമ്പം നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ആക്ച്വലി എന്താണ് കിട്ടേണ്ടത്? ഇതിൻ്റെ കൂടെ A + B + C = 56 എന്ന് പറയുന്ന വാല്യൂടെ കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് റേഷ്യോ എനിക്ക് എന്ത് കിട്ടണം? വാട്ട് ഈസ് A + B + C എന്ന് കിട്ടണം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് എയിം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിട്ടണമെന്നില്ല, കിട്ടാതിരിക്കാം. ആഡ് ചെയ്ത പാട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മൈനസ് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഒരു ടേം ആഡ് ചെയ്യുക, മറ്റൊരു ടേം മൈനസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, ചിലപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കും. എങ്ങനെയെങ്കിലും എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് A + B + C ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ആഡ് ചെയ്യുവാണ്. ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലെ വാല്യൂസ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പം 13 + 7 20, 20 + 8 എന്താണ്? 28 ആണ്. ഇവിടെ ഞാൻ നോക്കുമ്പം എനിക്ക് A + A 2A ആണ്, 2B + 2C = 28 എന്ന് കിട്ടി. എല്ലാറ്റിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തു. A + B + C = 28. സോ ഇതിന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? A + B + C കണ്ടുപിടിക്കാം. 28/2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 14 കിട്ടി. യെസ്, ഞാൻ അങ്ങനെ എന്ത് കണ്ടുപിടിച്ചു? വാട്ട് ഈസ് A + B + C = വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൻ റേഷ്യോ. ഗിവൻ റേഷ്യോനനുസരിച്ച് എന്താണ് A + B + C എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഇവന്മാർ 2 പേരെയും ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. 14 = 52, 1 = 4 ആണ്. 14 × 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 56 കിട്ടണേ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? 14ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചിലർക്ക് അറിയായിരിക്കും, ചിലർ 30 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, അതേപോലെ സ്ക്വയർ, ക്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ബൈ ഹാർട്ട് പഠിക്കാൻ വയ്യ, എനിക്ക് അത്രയും മെമ്മറി പവർ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇരുന്ന് പഠിക്കാൻ മടിയാണ്. സോ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7ൻ്റെ ടേബിൾ നമുക്കറിയാം.
7ൻ്റെ ടേബിൾ നമുക്കറിയാം അല്ലേ. 14 എന്ന് പറയുന്നത് എന്താണ്? 14 എന്ന് പറയുന്നത് 7 × 2 ആണ്. 14 എന്ന് പറയുന്നത് 7 × 2 ആണ്. 56 എന്ന് പറയുന്നത് 7 × 8 ആണ്. നമുക്ക് ഇവന്മാരെ ഇക്വേറ്റ് ചെയ്യുവാണ്. ഹിയർ വി ആർ ഇക്വേറ്റിംഗ് ദീസ് ടു വാല്യൂസ്. 14 എന്ന് പറയുന്ന വാല്യൂവിനെയും 56 എന്ന് പറയുന്ന വാല്യൂവിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, രണ്ടുപേരും ക്യാൻസൽ ആവും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. സോ 1 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. ആ സെയിം ആൻസർ ആണ് എനിക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ വാല്യൂസ്, അതായത് എന്താണ് 14 അല്ലെങ്കിൽ എന്താണ് 56 ഇൻ ടേംസ് ഓഫ് 7, രണ്ട് ടേംസും നമുക്ക് സിമിലർ ആയ ടേംസ് സെയിം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കിക്കോളൂ. 7 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. 7 × 8 ചെയ്യുമ്പോഴാണ് എനിക്ക് 15 കിട്ടുന്നത്. ഞാൻ 7ൻ്റെ ഡബിൾ എടുക്കുവാണ്, അതായത് ഞാനിവിടെ 7ൻ്റെ ഡബിൾ എടുക്കുവാണ്. ഡബിൾ എടുക്കുമ്പോൾ എനിക്ക് 14 കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. 7 × 2 അതിൻ്റെ കൂടെ എന്തോ ചെയ്യുമ്പം നമുക്കിപ്പോൾ ഒരു, അതിപ്പം എങ്ങനെയാണ് പറയുക, ഓക്കെ, 7 × 8 ആണ് എന്ത്? 56. 7 × 8 ആണ് 56. സോ ഈ 8നെ എനിക്ക് 7 × 2 × 4 എന്ന് എഴുതാൻ പറ്റും. അതാണ് 56. 7 × 2 എന്താണ്? 14 ആണ്. സോ 14 × 4 ആണ് 56. സോ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ എനിക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക്, ചിലർക്കറിയാം 28ൻ്റെ ഡബിൾ ആണ് 56. ചില ആൾക്കാർക്കറിയാം 28ൻ്റെ ഡബിൾ ആണ് 56 എന്ന്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. 28 എന്ന് പറയുന്നത് 14 × 2 ആണ്. × 2 ആണ് 56. എനിക്ക് ആവശ്യം 14 ആണ്. സോ ഞാൻ ഈ 2 × 2 ചെയ്യുന്നു. 14 × 4 എന്ന് പറയുമ്പം 56. നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാം. ഈ കാര്യം നമ്മൾ മനസ്സിൽ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 7 × 8 ആണ് 56. ഓക്കെ, ഞാൻ 7ൻ്റെ ഡബിൾ എടുക്കുവാണ്. 7ൻ്റെ ഡബിൾ ഞാൻ എടുക്കുമ്പം മറ്റേ ആളുടെ ഹാഫ് ഞാൻ എടുക്കണം. 7ൻ്റെ ട്രിപ്പിൾ ഞാൻ എടുക്കുമ്പോൾ മറ്റേ ആളുടെ 1/3 എടുക്കണം. 7 × 10 ടൈംസ് ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മറ്റേ ആളുടെ എന്ത് ചെയ്യണം? 1/10 ഞാൻ എടുക്കണം. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് 21 × 3 കാണണം. സിമ്പിളായ രണ്ട് നമ്പേഴ്സ് ഞാൻ പറയുവാണ്. ഇവിടെ നിങ്ങൾക്ക് 7 × 9 എന്താണെന്നറിയാം. ഐ നോ വാട്ട് ഈസ് 7 × 9. ഓക്കെ, എനിക്കറിയാം 7ൻ്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 21 കിട്ടും. ഓക്കെ, 7ൻ്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് 21 കിട്ടും. അപ്പോൾ 7ൻ്റെ കൂടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഇക്വേഷനിൽ ഒരു ചേഞ്ചും വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9നെ 3 കൊണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് ആരുടെയെങ്കിലും ഒരാളുടെ എന്താ പറയുക, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നതെങ്കിൽ, ഒരാളുടെ ഡബിൾ എടുക്കുമ്പോഴാണ് മറ്റേ നമ്പർ കിട്ടണതെങ്കിൽ അതർ നമ്പറിൻ്റെ ഹാഫ് എടുക്കണം. ഒരാളുടെ ട്രിപ്പിളാണ്. ഇപ്പോൾ ഞാൻ 7 × 3 എടുക്കുമ്പോൾ എനിക്ക് 21 കിട്ടി. സോ ഞാൻ എന്താണ് ചെയ്തത്? 9ൻ്റെ 1/3 കണ്ടുപിടിച്ചു. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് കാണണ്ടേ? നമ്മൾ വാല്യൂസ് നമ്മൾ കാണണ്ടേ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ എനിക്ക് അങ്ങനെ എന്ത് കിട്ടി? എനിക്ക് 1 = 4 എന്ന് കിട്ടി. അപ്പോൾ 1 = 4 എന്ന് കിട്ടിയാൽ ഞാൻ ഇനി എൻ്റെ ഈ റേഷ്യോസിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് എൻ്റെ റേഷ്യോയിൽ തന്നിട്ടുണ്ട് A + B എന്ന് പറയണത് 8 ആണ്. A + B എന്ന് പറയണത് എന്താണ്? 8 ആണ്. സോ 8 × 4 ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 32 കിട്ടും. അതേപോലെ B + C എന്ന് പറയണത് എന്താണ്? B + C എന്ന് പറയണത് 7 ആണ്. 7 × 4 ചെയ്യുമ്പം എനിക്ക് 28 കിട്ടും. അതേപോലെ C + A എന്ന് പറയുന്നത് എന്താണ്? C + A എന്ന് പറയുന്നത് 13 ആണ്. 13 × 4 നോക്കിക്കോളൂ. 13ൻ്റെ ഡബിൾ എന്താണ്? 13ൻ്റെ ഡബിൾ 26 ആണ്. 26ൻ്റെ ഡബിൾ എന്താണ്? 26ൻ്റെ ഡബിൾ 52 ആണ്. സോ എനിക്ക് ആൻസർ 52 എന്ന് കിട്ടി. ഇനി ഞാൻ ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂ കാണണം, സിയുടെ വാല്യൂ കാണണം. സോ നമുക്ക് എങ്ങനെ കാണാം? ഇതിൽ ഞാൻ ആദ്യം ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ സമ്മ് കൺസിഡർ ചെയ്യുവാണ്. A + B = 32. A + B എന്ന് പറയുന്നത് 32 ആണ്. ഇത് ആക്ച്വൽ വാല്യൂ ആണ്. ആക്ച്വൽ വാല്യൂ A + B + C എന്താണ്? 56 ആണ്. സോ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? C = കണ്ടുപിടിക്കാൻ പറ്റും. C = എന്താണ്? 56 നിന്ന് 32 കുറയ്ക്കുക അല്ലേ? 56 നിന്ന് 32 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 424 കിട്ടും. സോ എനിക്ക് സിയുടെ വാല്യൂ കിട്ടി. സോ സിയുടെ വാല്യൂ കിട്ടിയാൽ ഇവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കാണാൻ പറ്റും? എയുടെ വാല്യൂ കാണാൻ പറ്റും. എയുടെ വാല്യൂ എന്താണ്?
എയുടെ വാല്യൂ എന്ന് പറയുന്നത് 52 മൈനസ് 24 ആണ്. 8 കിട്ടും. 4ൽ നിന്ന് 2 പോയാൽ 2 കിട്ടും. 28 ആണ്. എനിക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂ കിട്ടി. എനിക്ക് ബിയുടെ വാല്യൂ കാണാം. 32 മൈനസ് 28 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അങ്ങനെ എനിക്ക് എ ബി സിയുടെ വാല്യൂ കിട്ടി. എ ബി സിയുടെ വാല്യൂ കിട്ടിയെങ്കിൽ എനിക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? എ എന്ന് പറയുന്നത് 24 ആണ്. അതിൽ നിന്ന് 4 പോയാൽ എനിക്ക് 20 കിട്ടും. എ മൈനസ് ബി ഡിവൈഡഡ് ബൈ സി ആണ് 20 ഡിവൈഡഡ് ബൈ 24 അല്ലേ? സോറി, എ 28 ആണ് അല്ലേ? എ 28 ആണ്. സോ 24 ഡിവൈഡഡ് ബൈ 24 റേഷ്യോ 1:1 ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണ സമയത്ത്, വെർബൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ രീതിയിലുള്ള നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ടാവും. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. യെസ്. Okay, next problem. 2a minus b is to 2b minus c is to 2c minus a is equal to 5:1:6. ഇനി a plus b plus c is equal to 48. അങ്ങനെയാണെങ്കിൽ what is a by bc, b by ac, c by ab? Okay, a by bc, b by ac, c by ab. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പം നിങ്ങൾക്ക് എന്തിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. നമുക്കിവിടെ തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ എന്തിൻ്റെയാണ്? നമുക്കിവിടെ തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ എ പ്ലസ് ബി പ്ലസ് സിയുടെ ആണല്ലേ? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് നമുക്ക് അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് അവരൊരു റേഷ്യോ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്താണ്? 2a minus b is to 2b minus c is to 2c minus a. ആ റേഷ്യോ എന്താണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ തന്നിട്ടുള്ള റേഷ്യോയിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിട്ടുള്ള റേഷ്യോയിൽ നിന്ന് വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ചില സമയത്ത് എല്ലാ റേഷ്യോസും നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും, ചില സമയത്ത് ചില റേഷ്യോസ് ആഡ് ചെയ്യാനുണ്ടാവും, ചില റേഷ്യോസ് സബ്ട്രാക്ട് ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ പവർ കാണാനായിരിക്കാം. എങ്ങനെയായാലും ബേസ്ഡ് ഓൺ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ എക്സാമിനേഷൻ, അതും പ്രിലിമിനറി എക്സാമിനേഷനിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഒരുപാട് പവർ കണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ സം ചെയ്ത് അങ്ങനത്തെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഉള്ള രീതിയിലുള്ള അത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസസ്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എ പ്ലസ് ബി പ്ലസ് സി വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ റേഷ്യോ നോക്കാം. ഞാൻ ആദ്യം ഇതിനെ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് നോക്കും. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൈനസ് ചെയ്ത് നോക്കും. സോ മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് എന്താണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ചില ടേംസ് ആഡ് ചെയ്ത് നോക്കുക, ചില ടേംസ് മൈനസ് ചെയ്ത് നോക്കാം. നമ്മൾ അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓരോരോ ഓപ്ഷനും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഞാനിപ്പോൾ എന്തായാലും ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. 2a മൈനസ് ബി 2b മൈനസ് സി പ്ലസ് 2c മൈനസ് എ അല്ലേ? ഞാൻ ഈ ടേംസിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവാണ്. റീ അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പം നമുക്കറിയാം ഇതിൽ ഈ രണ്ട് ടേംസിൽ വീതം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ എ വന്ന ടേംസ് ഞാൻ ഒന്നിച്ച് എഴുതാൻ പോവാം, ബി വന്ന ടേംസ് ഒന്നിച്ച് എഴുതാൻ പോവാണ്, സി വന്ന ടേംസ് ഒന്നിച്ച് എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. അപ്പോൾ എനിക്ക് കിട്ടും. നിങ്ങളിതാ നമ്മുടെ വേരിയബിൾസിൻ്റെ സൈനൊക്കെ കറക്റ്റായിട്ട് എഴുതണേ. 2b മൈനസ് ബി പ്ലസ് 2c മൈനസ് സി. അപ്പോൾ ഞാനിതിനെ ഒന്ന് സോൾവ് ചെയ്യുവാണ്. 2a മൈനസ് എ ചെയ്യുമ്പോൾ എ കിട്ടും, 2b മൈനസ് ബി ചെയ്യുമ്പോൾ ബി കിട്ടും, 2c മൈനസ് സി ചെയ്യുമ്പോൾ സി കിട്ടും. എനിക്ക് കിട്ടുന്നത് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതാണ് എൻ്റെ ആവശ്യം. സോ ഇനി ഞാൻ ഈ റേഷ്യോസ് ആഡ് ചെയ്യാൻ പോവാണ്. 5 + 1 6 ആണ്, 6 + 6 12 ആണ്. സോ ഫൈനലി ഐ ഗോട്ട് 12 is equal to 48 അല്ലേ? ഫൈനലി ഐ ഗോട്ട് 12 is equal to 48. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. 12 is equal to 48, വാട്ട് ഈസ് 1 is equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പറയുമ്പം 12ന് നമുക്ക് 3 × 4 എന്ന് എഴുതാം.
നമ്മുടെ 48ന് നമുക്ക് 6 into 8 എന്ന് എഴുതാം അല്ലേ. 1 to 10 വരെയുള്ള പ്രോഡക്റ്റ് ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും തറവായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്തരം ഷോർട്ട് ട്രിക്സ് അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ചില ആൾക്കാർക്ക് ചില പിള്ളേർക്ക് എന്താണ് 1 to 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ബൈ ഹാർട്ട് ആയിരിക്കും. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് അങ്ങനെ ആണെങ്കിൽ. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അത്രയും എനിക്ക് മെമ്മറി പവർ ഇല്ല, ഇല്ലെങ്കിൽ അത്രയും ഇരുന്ന് പഠിക്കാനുള്ള മടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 to 10 മാത്രം കമ്പൽസറി ആയി മനസ്സിലാക്കിയിരിക്കുക. ബാക്കിയുള്ളത് ഈ ഒരു ഇത്തരം ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 3ഉം 6ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കിട്ടും. 4ഉം 8ഉം ക്യാൻസൽ ചെയ്യാം, 2 കിട്ടും. സോ ഐ ഗോട്ട് 1 is equal to 4. ഐദർ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നോക്കിക്കോളൂ. 12 എന്ന് പറയുന്നത് 6 into 2 ആണ്. 12 എന്ന് പറയുന്നത് 6 into 2 ആണ്. 48 എന്ന് പറയുന്നത് 6 into 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 6 ക്യാൻസൽ ആവും, 2ഉം 8ഉം ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, നോക്കിക്കോളൂ. നമുക്കറിയാം 10 into 4 അല്ലേ. 10 into 4 എന്താണ്, 40 ആണ്. 10 into 4 എന്താണ്, 40 ആണ്. 12 എന്ന് പറയുമ്പോൾ എന്താണ്, 10ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോഴാണ്. 10ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12 കിട്ടും. നോക്കിക്കോളൂ, 12ന് നമുക്ക് 10 + 2 എന്ന് എഴുതാൻ പറ്റും. 12ന് നമുക്ക് 10 + 2 എന്ന് എഴുതാൻ പറ്റും. 10 into 4 ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് 40 എന്ന് കിട്ടി. 10 into 5 50 ആണ്. ഓക്കെ, 10 into 5 50 ആണ്. 10 into 4 എന്താണ്, 40 ആണ്. അപ്പോൾ ഞാൻ ആലോചിക്കുവാണ് 2 into 4 എന്ന് ചെയ്ത് നോക്കാം. 8 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 48 കിട്ടി. ഐദർ യു ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ്. മനസ്സിലായല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്. സോ അങ്ങനെ ഫൈനലി എനിക്ക് എന്ത് കിട്ടി, 1 is equal to 4 എന്ന് കിട്ടി. യെസ്. അപ്പോൾ ചിലർ മനസ്സിൽ വിചാരിക്കും ഇതെന്താണ് ഈ 1 is equal to എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഇപ്പോൾ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പം ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ A/B എന്ന് തന്നിട്ടുണ്ട്. ഒരു സേ ഫോർ എക്സാമ്പിൾ 5:4 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതായത് സെയിം റേഷ്യോനെ നമ്മൾ സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സെയിം റേഷ്യോയിലുള്ള എല്ലാ ടേംസിനെയും ഞാൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5x എന്ന് കിട്ടും. എൻ്റെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4x എന്ന് കിട്ടും അല്ലേ. യെസ്. ഞാനിതൊരു ടോട്ടൽ കാണുമ്പം എനിക്ക് 9x എന്ന് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് അവർ തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ ടോട്ടലിൻ്റെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടലിൻ്റെ ആക്ച്വൽ വാല്യൂ 900 ആണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ റേഷ്യോ അനുസരിച്ച് ഞാൻ ടോട്ടൽ കണ്ടുപിടിച്ചപ്പം എനിക്ക് 9x എന്നാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് പറയാൻ പറ്റും 900 is equal to 9x. സോ x is equal to 100. പിന്നെ നമ്മൾ നമ്പർ ഓഫ് ബോയ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഗേൾസും കിട്ടും, നമ്പർ ഓഫ് ബോയ്സും കിട്ടും. ഇവിടെ നമ്മൾ അങ്ങനെ എക്സ് എന്നൊരു വേരിയബിൾ കൊടുക്കുന്നതിന് പകരം, ഇവിടെ എക്സ് എന്നുള്ളൊരു വേരിയബിൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് ആ ഒരു എന്താ പറയുക ആ ഒരു നമ്പർ അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് വാട്ട് ഈസ് 1 is equal to എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ റേഷ്യോയുടെ കൂടെ നമ്മൾ അത് എന്ത് ചെയ്യുവാണ്, മൾട്ടിപ്ലൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവിഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുവാണ്. ക്ലിയർ ആയല്ലോ. നമുക്കിപ്പോൾ 2 റേഷ്യോസ് തന്നിട്ടുണ്ട്, 2 ഡിഫറെൻറ്റ് റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ 2 വേരിയബിൾസ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ സെയിം വേരിയബിൾസ് കൊണ്ടല്ല ഡിഫറെൻറ്റ് വേരിയബിൾസ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇപ്പോൾ 2 വേരിയബിൾസ് കൺസിഡർ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ആ വേരിയബിൾസ് കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ആ 2 ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് അവിടെ വേരിയബിൾസ് കൺസിഡർ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ അത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേസ് നമുക്ക് കിട്ടി വാട്ട് ഈസ് 1 is equal to, ഈ ഒരു റേഷ്യോ അനുസരിച്ച് 1 is equal to എന്താണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇനി ഈ വാല്യൂ, ഈ 1ൻ്റെ വാല്യൂ 4നെ ഈ റേഷ്യോയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എനിക്ക് കാണാനുള്ളത് A/BC is to B/AC is to C/AB ആണ് എനിക്ക് കാണാനുള്ളത്. സോ യെസ്, അപ്പോൾ അത് കാണണമെങ്കിൽ എനിക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് വേണം. സോ ഞാൻ ആദ്യം എൻ്റെ ഈ റേഷ്യോയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. 5 into 4 ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടി, 20 കിട്ടി. അതേപോലെ 2B - B എന്ന് പറയുന്നത് 1 into 4 ആണ്, എനിക്ക് 4 കിട്ടി. അതേപോലെ 2C - A എന്ന് പറയുന്നത് 1 into 6 ആണ്, ആൻഡ് ഐ ഗോട്ട് 24. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ,
ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ എല്ലാ ടേംസിനെയും നമ്മൾ എ ആക്കി എഴുതും. അതായത് എന് നമ്മൾക്ക് എ എന്ന് തന്നെ എഴുതാം. നമുക്കറിയാം നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വാട്ട് ഈസ് ബി ഇൻ ടേംസ് ഓഫ് എ കണ്ടുപിടിക്കാം, വാട്ട് ഈസ് സി ഇൻ ടേംസ് ഓഫ് എ കണ്ടുപിടിച്ച് ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ എയും എ പ്ലസ് ബി എന്താണോ എയുടെ ടേംസിൽ ആ ടേം നമ്മൾ എഴുതും, സി എന്താണോ എയുടെ ടേംസിൽ ആ വാല്യൂ നമ്മൾ എഴുതിയിട്ട് സോൾവ് ചെയ്യുമ്പം നമുക്ക് എയുടെ വാല്യൂ കിട്ടും. ആ എയുടെ വാല്യൂ നമ്മുടെ ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ ബിയുടെ വാല്യൂ കിട്ടുന്നത് അതിനനുസരിച്ച് ഒരു ഇക്വേഷനിൽ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി അടുത്തത് എയുടെയോ ബിയുടെയോ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അതേപോലെ രണ്ടാമത്തെ രീതിയാണ് നിങ്ങൾക്ക് എല്ലാം എന്തിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാം? ബിയുടെ ടേംസിൽ കണ്ടുപിടിക്കാം. പ്രൊസീജിയർ സെയിം ആണ്. മൂന്നാമത്തതാണ് എല്ലാ ടേംസും നിങ്ങൾക്ക് എന്തിൻ്റെ ഇതിൽ കണ്ടുപിടിക്കാം? സിയുടെ ടേംസിൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ബി സിയുടെ വാല്യൂ കിട്ടും. ഞാനിപ്പോൾ എന്തായാലും എയിനെയും സിയിനെയും ബിയുടെ ടേംസിൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ 2 ഇക്വേഷൻസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ 2 ഇക്വേഷൻസിലാണ് എ ഉണ്ട്, ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സോ ഞാൻ ആദ്യം എ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോളൂ. 2a മൈനസ് ബി ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. 2a എന്ന് പറയുമ്പോൾ എന്താണ്? 20 പ്ലസ് ബി ആണ്. എ എന്ന് പറയുമ്പോൾ ഈ 2 ഇങ്ങോട്ട് വരും, ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. സോ 20 ഡിവൈഡഡ് ബൈ 2 10 പ്ലസ് ബി ബൈ 2 അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആരുടെ വാല്യൂ കിട്ടി? എയുടെ വാല്യൂ കിട്ടി. ഇനി ഞാൻ ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എടുക്കാൻ പോവാണ്. 2b മൈനസ് സി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഈ 4ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സീന് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് കിട്ടി 2b മൈനസ് 4 എന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഇക്വേഷനിൽ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 10 പ്ലസ് ബി ബൈ 2 പ്ലസ് ബി പ്ലസ് 2b മൈനസ് 4 ഈസ് ഈക്വൽ ടു 48. ഈ 10ൽ നിന്ന് 4 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. നമുക്കിവിടെ പ്ലസ് 6 ആണ് കിട്ടുക. 10 മൈനസ് 4 ചെയ്യുമ്പോൾ പ്ലസ് 6 ആണ് കിട്ടുന്നത്. ആ പ്ലസ് 6 ഈക്വൽ സൈനിൻ്റെ റൈറ്റ്, അതായത് ഈക്വൽ സൈനിൻ്റെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് പോകുമ്പം അതിൻ്റെ സൈനിൽ വേരിയേഷൻസ് ഉണ്ടാവും അല്ലേ? സോ ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്ത് എത്തുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ എൻ്റെ ഇക്വേഷൻ എന്തായി? ബി ബൈ 2 പ്ലസ് ബി പ്ലസ് 2b ഈസ് ഈക്വൽ ടു 48 മൈനസ് 6 എന്ന് എനിക്ക് കിട്ടി. 48 മൈനസ് 6 എന്താണ്? 42 ആണ്. ഇനി ഞാൻ ഇവന്മാരെ സോൾവ് ചെയ്യാൻ പോവാണ്. ബി പ്ലസ് 2b നമുക്കറിയാം 3b കിട്ടും. 3b പ്ലസ് ബി ബൈ 2, 3b പ്ലസ് ബി ബൈ 2 നിങ്ങൾക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം. ഫ്രാക്ഷൻ അഡീഷൻ ആണ് നമ്മുടെ ഫ്രാക്ഷൻസ് എന്നുള്ള സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഫ്രാക്ഷൻസിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്ത സെഷനിൽ ഫ്രാക്ഷൻസിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രാക്ഷൻ, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫ്രാക്ഷനിൽ എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ, ഫ്രാക്ഷൻസിലുള്ള ഓപ്പറേഷൻസ് പവേഴ്സ് വന്നാൽ നമ്മൾ എങ്ങനെ കാണും, അതേപോലെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എന്താണ് അഡീഷൻ എങ്ങനെ ചെയ്യും, സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യും, ഡിവിഷൻ എങ്ങനെ ചെയ്യും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലേ നമ്മൾ നമ്മുടെ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യെസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആയി 6b പ്ലസ് ബി ബൈ 2 ചെയ്യുമ്പോൾ 7b ബൈ 2 കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6b കിട്ടും. 6b പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 7b ബൈ 2. ഇങ്ങനെ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. സോ 7b ബൈ 2 ഈസ് ഈക്വൽ ടു 42. ഇവിടെ എനിക്ക് 6 കിട്ടി. സോ ദാറ്റ്സ് ഐ ഗോട്ട് b ഈസ് ഈക്വൽ ടു 12. അങ്ങനെ എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? b ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ, സോ ഐ ഗോട്ട് b ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് a ഈസ് ഈക്വൽ ടു എന്താണ്, c ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. എനിക്കറിയാം a ഈസ് ഈക്വൽ ടു 10 പ്ലസ് ബി ബൈ 2 ആണ്. b എന്താണ്? 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 6 ആണ്. 10 പ്ലസ് 6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. ദസ് ഐ ഗോട്ട് a ഈസ് ഈക്വൽ ടു 16. ഇനി എനിക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് c ആണ്. c എന്ന് പറയുമ്പോൾ 2b മൈനസ് 4 ആണ്. b എന്താണ്? b 12 ആണ്. അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 24 കിട്ടും. 24ൽ നിന്ന് 4 പോകുമ്പോൾ എന്താണ്? c ഈസ് ഈക്വൽ ടു
20 എന്ന് കിട്ടി. അങ്ങനെ എനിക്ക് എ ബി സി മൂന്നാളുടെ വാല്യൂ കിട്ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എ ബൈ ബി സി ഈസ് ടു ബി ബൈ എ സി ഈസ് ടു സി ബൈ എ ബി ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഞാൻ ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ റേഷ്യോസിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 16 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 20. ബി എന്താണ്? 12 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 20. 20 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 16. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഞാൻ 3 രീതിയും ഞാൻ പറയാം. നോക്കിക്കോളൂ. ഒന്നെങ്കിൽ നിങ്ങൾ നോക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 ടേംസ് ഉണ്ട്. ഈ 3 ടേംസിൽ, അതായത് ഈ റേഷ്യോയിലുള്ള 3 വാല്യൂസിലും അതിൻ്റെ ഡിനോമിനേറ്ററിൽ 3 ഫ്രാക്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ ഡിനോമിനേറ്ററിൽ നോക്കിക്കോളൂ, 2 ടേംസ് വീതമുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കണേ. ആ 2 ടേംസും എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 12ഉം ഈ 16ഉം ക്യാൻസൽ ചെയ്യാം. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇവിടെ 3 കിട്ടി, ഇവിടെ 4 കിട്ടി. ഈ 20യും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ 5 കിട്ടി, ഇവിടെ 5 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് സെയിം നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെയിം നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ ടേംസിനെയും നമ്മൾ ഡിവൈഡോ മൾട്ടിപ്ലൈയോ ചെയ്യണം. സോ ഇവിടെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? അതേപോലെ ഇവിടെ ഈ രണ്ടാമത്തെ ടേം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് കിട്ടി 3 ഇൻറ്റു 4 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ റേഷ്യോ എന്തായി? 16 ഡിവൈഡഡ് ബൈ 15, 12 ഡിവൈഡഡ് ബൈ 20, 20 ഡിവൈഡഡ് ബൈ 12 എന്നായി, അല്ലേ? 16 ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ 15, 12, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണതിന് പകരം നമുക്കിങ്ങനെ എഴുതാം. 16 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5, 12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5, 20 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. ഇനി നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തരം ഡിനോമിനേറ്റർ, അതായത് 3, 4, 5 അല്ലേ, ഈ 3, 4, 5 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. 3 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അല്ലെങ്കിൽ 4 3യുടെ മൾട്ടിപ്പിൾ അല്ല, 3 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇവർ തമ്മിൽ ഒരു രീതിയിലുള്ള റിലേഷൻസും നമുക്കില്ല. ചില സമയത്ത് ഇപ്പോൾ 12, 16 എന്നുള്ള ആ ഒരു നമ്പർ പറയുമ്പോൾ 12, 16 എന്നുള്ള ആ നമ്പർ പറയുമ്പോൾ അതിന് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. കോമൺ ഫാക്ടർ എന്താണ്? 4 എന്നൊരു കോമൺ ഫാക്ടർ ഉണ്ട്. 12ഉം അതേപോലെ 16 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 20 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം 4 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അങ്ങനെ 2 നമ്പേഴ്സിൻ്റെ LCM അല്ലെങ്കിൽ 2ഓ 3ഓ നമ്പേഴ്സിൻ്റെയൊക്കെ LCM എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ LCM ആൻഡ് HCF, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഈ കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും LCM അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. നമ്മൾ ഈ 3 നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. 3 ഇൻറ്റു 4, 4 ഇൻറ്റു 5, 3 ഇൻറ്റു 4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ 3 നമ്പേഴ്സാണുള്ളത്. 15 ഉണ്ട്, 20 ഉണ്ട്, 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ 15, 20, 12 15, 20, 12 എന്ന് പറയുന്നതിൽ നമുക്ക് നമ്പേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. 15 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ആണ്, 20 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5 ആണ്, 12 എന്ന് പറയുമ്പം 3 ഇൻറ്റു 4 ആണ്. ഓരോ നമ്പറും നമുക്കിവിടെ 2 പ്രാവശ്യം വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ ഈ 2 നമ്പറിൽ നിന്ന് 2 3യിൽ നിന്ന് നമ്മൾ ഒരു 3 എടുത്ത് എഴുതും, 2 5ൽ നിന്ന് നമ്മൾ ഒരു 5 എടുത്ത് എഴുതും, 2 4ൽ നിന്ന് നമ്മൾ ഒരു 4 എടുത്ത് എഴുതും. അതാണ് എന്ത്? 15, 20, 12ൻ്റെ LCM. അപ്പോൾ എനിക്കിത് സോൾവ് ചെയ്തപ്പം എനിക്ക് കിട്ടി
60 എന്ന് കിട്ടി. എനിക്കിത് സോൾവ് ചെയ്ത സമയത്ത് 3 into 5 എന്താണ്? 3 into 5 15 ആണ്. 15 into 4 എന്താണ്? 60 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? LCM കിട്ടി 60 എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്ത് ഒരെണ്ണാക്കി എഴുതുക. 2 3 ഒരു 3 എടുത്ത് എഴുതി, 2 5 ഒരു 5 എടുത്ത് എഴുതി, 2 4 ഒരു 4 എടുത്ത് എഴുതിയപ്പം എനിക്ക് എന്ത് കിട്ടി? 15-ൻ്റെയും 20-യുടെയും 12-ൻ്റെയും LCM ആയ 60 എന്ന് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. 15 20 12. ഞാനിതിനെ 5 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. സോ എനിക്ക് 3 കിട്ടി, 4 കിട്ടി, 12 കിട്ടി. ഞാൻ ഇനി 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി 1 കിട്ടി, 4 കിട്ടി, അഗെയിൻ 4 കിട്ടും. ഞാൻ 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. 1 1 1 അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, LCM എന്താണ്? 5 into 3 into 4 60. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് LCM കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. സോ ഈ ഹോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഹോൾ റേഷ്യോനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 ഡിവൈഡഡ് ബൈ 3 into 5 into 60 is 2. 12 divided by 20 into 60 is 2. 20 divided by 20 into 60 divided by 12. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. ഇവർ രണ്ടുപേരെയും സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. ഇവർ രണ്ടുപേരെയും സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. സോ എൻ്റെ റേഷ്യോയുടെ വാല്യൂ 16 into 4 ആയി. പിന്നെന്താണ്? 12 into 3 ആണ്, 20 into 5 ആണ് അല്ലേ? 16 into 4, 12 into 3, 20 into 5. അപ്പോൾ ഇത് ഈ 16 ആയാലും 12 ആയാലും 20 ആയാലും അവിടെ എന്തുണ്ട്? കോമൺ ഫാക്ടറായ 4 ഉണ്ട്. സോ ഞാൻ എല്ലാ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 4 3 5 അല്ലേ? 3 ടേംസിനെയും നമുക്ക് കോമൺ ആയി ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വാല്യൂ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 4 into 4 ചെയ്യുമ്പോൾ 16 കിട്ടി, 3 into 3 ചെയ്യുമ്പോൾ 9 കിട്ടി, പിന്നെ എനിക്ക് എന്ത് കിട്ടി? 25 കിട്ടി. ഐദർ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്, ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 16:9:25. നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഓർഡറിൽ വേണം നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ വാല്യൂസ് കിട്ടുമ്പോൾ റേഷ്യോ കിട്ടും, അതായത് 16 9 25 എന്നുള്ള 3 നമ്പേഴ്സ് കിട്ടും. പക്ഷെ അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതേ ഓർഡറിൽ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, BC ആണ്. സോ 12 into 20. അതേപോലെ ഇവിടെ AC ആണ്. സോ 16 into 20. ഇവിടെ AB ആണ്. 12 into 16. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 12നെയും 20നെയും മൾട്ടിപ്ലൈ ചെയ്യാം. 12ഉം 20യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 240 കിട്ടും. 16ഉം 20യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 320 കിട്ടും. അതേപോലെ 12ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 192 കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ നമ്പേഴ്സിൻ്റെ ഈ 3 നമ്പേഴ്സിൻ്റെ LCM നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ 3 നമ്പേഴ്സിൻ്റെ LCM നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ 3 നമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കിക്കോളൂ. ഇവിടെ 8 into 30 ആണ്. 240 എന്ന് പറയുന്നത് എന്താണ്? 8 into 30 ആണ്. 320 എന്ന് പറയുന്നത് 8 into 40 ആണ്. 192യുടെ കാര്യം പറയുമ്പം 8 into 192 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. നിങ്ങൾക്ക് ഡിവിസിബിൾ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഓപ്ഷൻസ് നോക്കി ആൻസർ പറയാൻ പറ്റും എന്ന് പറഞ്ഞ് ഡിവിസിബിലിറ്റി റൂൾസ് 1 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. എല്ലാ സമയത്തും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റില്ല 8 കൊണ്ട് ഡിവിസിബിൾ ആണോ 16 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന്. ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, യെസ് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 അല്ലെങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 16 എന്നുള്ള കാര്യം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ നമ്പറിന് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, ബാലൻസ് 3 വരും. 32 എന്ന് പറയുമ്പം 4 ആണ്, 24. ഓക്കെ, അപ്പോൾ ഇത് 3ൽ എന്തുണ്ട്? ഈ 3 ടേംസിൽ നമുക്ക് 8 ഉണ്ട്. സോ നമുക്ക് ഈ 3 8 നമുക്ക് തൽക്കാലം വേണ്ടാന്ന് വയ്ക്കാം. ഈ 3 8 നമുക്ക് തൽക്കാലം വേണ്ടാന്ന് വയ്ക്കാം. 30 40 24 അല്ലേ? 30 40 യെസ്. അപ്പോൾ ഈ 8 നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഈ 30 40 24നെ ഞാൻ പ്രൈം നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സിമ്പിളായതിനെ കുറച്ച് സിംപ്ലസ്റ്റ് ആയ ഫോമിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. 30നെ എനിക്ക് എഴുതാം
3 into 5 into 2 എന്ന് എഴുതാം. 14നെ 2 into 4 into 5 എന്ന് എഴുതാം. 24നെ 2 into 4 into 3 എന്ന് എഴുതാം അല്ലേ. ഇവിടെ രണ്ട് ടേംസിൽ നമുക്ക് 8 ഉണ്ട്. സോ ഞാൻ ആ 8നെ മാറ്റി എഴുതി. അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാൻസലായി. ഇനി എന്താണ്, ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. സോ ഞാൻ ഒരു 3 എഴുതി. സോ ഈ 2 3യും ക്യാൻസലായി. അതേപോലെ ഇവിടെ 2 5 ഉണ്ട്. സോ ഞാൻ അവരിൽ ഒരാളെ എടുത്തിട്ട് ഞാൻ എഴുതുവാണ്. അതേപോലെ ഇവിടെ ഒരു 2 ഉണ്ട്, ആ ഒരു 2 ഞാൻ എഴുതി. അപ്പോൾ ഇവരെ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി 8 into 8 64 ആണ്. 64 into 5 320 ആണ്. 320 into 3 into 6 6 ആണ്. 3 into 2 6 ആണ്. 320 into 6 ചെയ്യുമ്പോൾ 1920 ആണ് എന്ത് നമ്മുടെ 240 320. അതേപോലെ 192യുടെ LCM നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. നോക്കിക്കോളൂ. 1920 ഡിവൈഡഡ് ബൈ 240 ഇവർ രണ്ടുപേരും ക്യാൻസലായി. 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. 12 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എത്ര പ്രാവശ്യം കിട്ടും? ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം. ബാക്കി നമുക്ക് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ എന്താണ്? 16 ആണ്. 7 എന്ന് പറയുമ്പോൾ 16 ആണ്. ഇവിടെ 2 ആണ്. രണ്ടുപേരെയും ക്യാൻസൽ ചെയ്യുമ്പം യെസ് 8 into 240 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1920 കിട്ടുന്നത്. ഇനി 320 നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഇവിടെ 6 കിട്ടും, ഇവിടെ 10 കിട്ടും. ക്ലിയർ ആയോ? സോ 240 320 192യുടെ LCM എന്താണ്? 1920 ആണ്. അങ്ങനെ LCM കണ്ടുപിടിച്ചിട്ട് ആ ഒരു നമ്പറും കൊണ്ട് ഇവന്മാരെ 3 പേരെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ചില ടേംസ് ക്യാൻസൽ ആയി പോകും, ചില ടേംസ് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ഏതൊക്കെ ടേംസ് ആണോ ക്യാൻസൽ ആവുന്ന ആ ടേംസിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഒരു കാൽക്കുലേറ്റീവ് ആയ ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് നോക്കിക്കോളൂ. മൂന്നാമത്തെ മെത്തേഡ് ഭയങ്കര സിമ്പിളായ ഒരു മെത്തേഡാണ്. ഞാൻ നോക്കുമ്പം എൻ്റെ ഈ 3 ടേംസിലും റേഷ്യോയിലുള്ള ഈ 3 ടേംസിലും 3 നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് 12 ആണ്, ഒന്ന് 20 ആണ്, ഒന്ന് 16 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇതിലേതെങ്കിലും 2 നമ്പർ ഉണ്ടല്ലേ. ചില ടേംസിൽ 12ഉം 20 ആണെങ്കിൽ ചില ടേംസിൽ 12ഉം 16ഉം ആണ്. ചില ടേമിൽ 16ഉം 20 ആണ്. എന്തായാലും ഈ 3 പേരിൽ 2 പേര് ഡിനോമിനേറ്ററിലുണ്ട്. സോ അപ്പോൾ ഞാൻ ഇവരുടെ വാല്യൂസ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് ഞാൻ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 12 into 16 into 20. മനസ്സിലായോ? സോ ഞാൻ ഉള്ളിലേക്ക് ഓരോ ടേമിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളെ റെഡിൽ എഴുതാം. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ 12 into 20. മുകളിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണത് 12 into 16 into 20. ഓക്കെ, ഈസ് ടു 12 ഡിവൈഡഡ് ബൈ 16 into 20. മുകളിൽ ഞാൻ 3 പേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 12 into 16 into 20 ഈസ് ടു 20 ഡിവൈഡഡ് ബൈ 12 into 16. മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 12 into 16 into 20. 3 പേരെ ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സിമിലറായ ടേംസിനെയൊക്കെ ക്യാൻസൽ ചെയ്യുവാണ്. ഈ 20 ക്യാൻസലായി, 12 ക്യാൻസലായി. ഇവിടെ 16ഉം 16ഉം 20ഉം 20ഉം ക്യാൻസലായി. ഇവിടെ 12ഉം 16ഉം ക്യാൻസലായി. അപ്പോൾ എനിക്ക് ബാക്കി വന്നത് എന്താണ്? 16 into 16 is to 12 into 12 is to 20 into 20. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ്? എല്ലാ ടേംസിനെയും എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതർവൈസ് ഐ ക്യാൻ സേ 4 into 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 4 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 3 കിട്ടി, ഇവിടെ 3 കിട്ടി, ഇവിടെ 5 കിട്ടി, ഇവിടെ 5 കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 is to 9 is to 25. ഈ സെയിം റേഷ്യോ ആണ് എനിക്ക് നേരത്തെ കിട്ടിയത്. സോ ഇങ്ങനെ 2-3 രീതിയിൽ നിങ്ങൾക്ക് സെയിം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഏത് ഐഡിയ ആണോ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഐഡിയ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. എപ്പോഴും ബെസ്റ്റായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ കാൽക്കുലേഷൻസിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ലെവൽ വരെ എത്തിക്കാതെ സിമ്പിളായ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി ചെയ്യാം. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ.
Yes. Okay, next question നോക്കാം. What is the ratio compounded six is to 5 the duplicate ratio of 3 is to 4 വേണ്ട 3 is to 7 and triplicate ratio 8 is to 9. 8 is to 1 എന്നിരുന്നോട്ടെ 1. Okay, yes.